മരണമാസിലെ നമ്മുടെ സ്വന്തം നായിക അനിഷ്മ അനിൽകുമാർ. Come on everyone, please നല്ലൊരു കൈ കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം അനിഷ്മ അനിൽകുമാർ. And we have the writer and the artist Siju Sunny. Let's welcome Siju Sunny onto the stage. All right, അപ്പോൾ റെഡി അല്ലേ എല്ലാവരും? വിളിച്ചാലോ? ബേസിലെന്നെ വിളിക്കാം. ബേസിലായിട്ടെന്നെ വിളിക്കാമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അടുത്തല്ലേ നല്ല കുട്ടി താരമാണ്. അപ്പൊ നമുക്ക് അർജുനെ കൂടി ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Please come onto the stage and let's give a big round of applause. Come on. All right. ഇനി നമുക്ക് ബേസിലിനെ ഈ ഒരു വേദിയിലേക്ക് വിളിക്കാം. Please and gentlemen, put your hands together to the director, to the actor, an amazing person, the one and only Basil Joseph. All right, very much. And yes, to Basil Joseph, എനിക്ക് തോന്നുന്നത് സാഡ് സൂപ്പർ സ്റ്റാർ ഉണ്ട്, നോട്ടി സൂപ്പർ സ്റ്റാർ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സൂപ്പർ സ്റ്റാർ പദവികൾ ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്താണ് ശരിക്കും എന്താണ് ഇതിന്റെ ക്യാരക്ടർ, എന്താണ് പ്രേക്ഷകർ പറയാനുള്ളത്? ആദ്യമേ നമസ്കാരം ട്രിവാൻഡ്രം, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. ഇത്രയും പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ടിനോവയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസിലുള്ള സിനിമയാണ്. അപ്പോൾ അതായത് ഞാൻ ഈ സിനിമ ആദ്യം ടൊവിയാണല്ലോ ഡയറക്ടർ ശിവപ്രസാദ് ഞങ്ങളുടെ മിന്നൽ പുള്ളി എന്നൊക്കെ പറയുന്ന സിനിമയിൽ സഹസംവിധായകനൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സിനിമയിലേക്ക് വന്നിട്ടുള്ള ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ട്രിവാൻഡ്രത്തിൽ എത്താൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ആ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ സിനിമ എന്താ പറയുക, സിനിമയുടെ ആദ്യത്തെ ബാല സ്റ്റെപ്പുകൾ വെച്ച് തുടങ്ങിയത് ട്രിവാൻഡ്രത്തിൽ വെച്ചിട്ടാണ്. ഞാനിവിടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. 2 വർഷം ഇവിടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിൽ കറങ്ങി നടന്നത് നമ്മുടെ തട്ടക വേറെ സ്ഥലമുണ്ട്. അതിൽ ലുലുമാളൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ലുലുമാളൊന്നും വലിയ രീതിയിൽ മാറിപ്പോയി. സ്ഥലമൊക്കെ വരുമ്പോൾ മനസ്സിലാവുന്നതുമില്ല, നമ്മൾ ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇതിലേക്ക് എല്ലായിടത്തോടെ കറങ്ങി നടന്ന് ഇതിലേക്ക് ട്രിവാൻഡ്രത്തൂടെയൊക്കെ തന്നെയാണ് ഷോർട്ട് ഫിലിമുകളൊക്കെ എടുത്തതും. ആ സമയത്ത് ജോലിയും ഷോർട്ട് ഫിലിമും സിനിമയും മറ്റ് കലാപരിപാടികളൊക്കെ ആയിട്ട് ആഴ്ത്തിനൊപ്പം നടന്ന സ്ഥലമാണ് ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം എൻ്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ കരിയറിലും ഒക്കെ ഒരിക്കലും ഏർപ്പെടുത്താനാവാത്തൊരു സിറ്റിയാണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പഠിച്ചത് ഇവിടെ ചാവടിമുക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്, CET എന്ന് പറയുന്നത്. അപ്പോൾ 4 വർഷം കോളേജ് ജീവിതവും ഇവിടെ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ വയനാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് വേറൊരു സ്ഥലത്ത് മാറി താമസിക്കുന്നതും ഒക്കെ ആദ്യം ട്രിവാൻഡ്രത്താണ്. +2 വരെ നാട്ടിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഹോസ്റ്റൽ ലൈഫൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിന്ന് കുറച്ച് കാലം ജീവിതം പഠിച്ചു തുടങ്ങുന്ന ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലായിട്ടുള്ള ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രം. അപ്പോൾ അവിടെ വന്ന് നമ്മൾ കറങ്ങി വരുന്ന ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഒരു വലിയ മോള് വന്നിരിക്കുന്നു. ആ മോളിൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ച് ഒരുപാട് സന്തോഷം. നിങ്ങൾ ഇതുവരെ കാണിച്ച എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു. അപ്പോൾ മരണമാസം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള പോലെയൊക്കെ കുറച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് ലൗഡായിട്ടുള്ള തമാശകളൊക്കെ ഉള്ളൊരു സിനിമയാണ് മരണമാസം എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. സിജു സണ്ണിയാണ് ഇതിൻ്റെ എഴുത്തുകാരൻ. പൗലോസേട്ടൻ കുറേ വർഷമായിട്ട് നാടകത്തിൽ അഭിനയിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ ഒരു ഒഴിവുള്ള ക്യാരക്ടർ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ബൈക്കിംഗ് ആണെങ്കിലും അദ്ദേഹത്തിന് ഒരു ഫൈനലി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ മോഹം പോകടിയുന്ന ഒരു സിനിമ കൂടിയാണ് മരണമാസം. പൗലോസേട്ടൻ ഉണ്ട്, പിന്നെ ഒരു പൂജയുണ്ട്, അനിഷ്മയുണ്ട്. അനിഷ്മ നേരത്തെ പറഞ്ഞ ട്രിവാൻഡ്രം കാര്യം തന്നെയാണ് അനിഷ്മയും. പിന്നെ നമുക്കെല്ലാവർക്കും എടുത്ത അല്ലൂപ്പനുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ കൺവിൻസിങ് സ്റ്റാറിൻ്റെ ഒരു വലിയ റോളാണ് ചെയ്തിരിക്കുന്നത് സുരേഷേട്ടൻ. അതുപോലെ ജോമോൻ ചെയ്തിട്ടുണ്ട്, രാജേഷ് മകളുണ്ട്, ബാബു ചേട്ടനുണ്ട്. അങ്ങനെ കുറേ ആക്ടേഴ്സും ഒക്കെ ഉള്ള ഒരു കളർഫുൾ എൻ്റർടൈനർ അവധിക്കാലം എല്ലാവർക്കും കൂടെ വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവധിക്കാല എൻ്റർടൈനർ സിനിമയായിരിക്കും മരണമാസം കാണാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.
ഒരിക്കൽ കൂടി ഇതുവരെയുള്ള എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആക്ച്വലി കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ മരണമാസ സിനിമയുടെ റൈറ്റർ കൂടിയാണ്, ആർട്ടിസ്റ്റ് കൂടിയാണ് സിജു. നമസ്കാരം. ഇതൊരു അഭിനയമായിരുന്നു. മരണമാസത്തോട് ആദ്യമായിട്ട് തിരക്കഥ എഴുതിയിട്ട് വരികയാണ്. എല്ലാ പ്രാവശ്യം അഭിനയിച്ചിട്ട് പോയാൽ മതി. ഇപ്രാവശ്യം കുറേ ഭാരങ്ങൾ കൂടുതലാണ്, അതിൻ്റേതായ പ്രഷറും ടെൻഷനൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നു. ആ വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഏപ്രിൽ 10-ാം തീയതി ആണ് നമ്മുടെ മരണമാസം റിലീസാവുന്നത്. എല്ലാവരും സമയം പോലെ പോയി കാണുക. അന്ന് നമ്മൾ മാത്രമല്ല, ആലപ്പുഴ ജിംഖാനയുണ്ട്, ബസ്സൊക്കെയുണ്ട്. എല്ലാ പടങ്ങളും കാണുക, എല്ലാവരെയും വിജയിപ്പിക്കുക. പിന്നെ ഞാനിവിടെ ദർശന സമയത്ത് ബന്ധുമിത്രാദികളെന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ട് ഇവിടെ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ട്രിവാൻഡ്രം ഉണ്ടായിരുന്നു ഒരു മാസത്തോളം. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് സമയത്ത് രാവിലെ മട്ടൺ കഴിക്കാൻ പോവുക, മട്ടൺ ഫ്രൈ കഴിക്കാൻ പോവുക, സംസമ്മേന്ന് ക്രീം ബണ്ണ്, അതുകൊണ്ട് അങ്ങനെ കുറേ ഫുഡ് കൾച്ചറൊക്കെ എനിക്ക് ഭയങ്കര ട്രിവാൻഡ്രത്തോട് എനിക്ക് അങ്ങനെയാണ് ട്രിവാൻഡ്രത്തോട് കൂടുതൽ നാശമുണ്ടായിട്ടില്ല. അല്ലാതെ അതിന് മുമ്പ് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. കുറേ നല്ല ആൾക്കാരാണ്. അപ്പം എല്ലാവരും കാണുക, ടെസ്റ്റ് ചെയ്യുകയാണ്. സമയം പോലൊക്കെ കാണുക. താങ്ക് യു. ആൻഡ് സിജുവിനോട് ഒരു കാര്യം ചെയ്യേണ്ടായിരുന്നു. നമുക്കൊരു കൺവീൻസിംഗ് സ്റ്റാർ ഉണ്ടായിരുന്നു അല്ലേ? അതിന് നിങ്ങൾ എല്ലാവരും വട്ടം കൂടിയിട്ട് പൂക്കിയാക്കിയപ്പോൾ സത്യത്തിൽ കൺവീൻസ് സ്റ്റാറുടെ വരേണ്ടതാണ്. ഷൂട്ടുള്ളതുകൊണ്ടാണ് വരാൻ പറ്റാതെ പോയത്. പൂക്കിയാണ്, ഞങ്ങളെക്കാട്ടിലൊക്കെ വലിയൊരു പൂക്കിയാണ്. സുരേഷേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര പവറാണ്. ആ ഒരു പവർ സ്റ്റേജിൽ വെച്ച് പവറുണ്ട്. സുരേഷേട്ടൻ ഉണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ കൂടി നിർത്തിയോളാക്കും. ഭൂമി തുറക്കുമ്പോൾ തൊട്ടേ നമാസൊക്കെ പറഞ്ഞ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് പടത്തിൽ കാണാൻ പറ്റും. സുരേഷേട്ടൻ്റെ മാത്രമല്ല, രാജേഷ് മാധവൻ, സുരേഷേട്ടൻ, മേജിയേട്ടൻ, പിന്നെ പൗലോസേട്ടൻ, എല്ലാവരും, രേഷ്മ, പൂജ, ജോമ, എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആയിരിക്കും. അപ്പം എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു. ഓരോ ക്യാരക്ടർ തന്നെ ഉറപ്പായിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസിനാണെങ്കിലും ആ ഒരു ക്യാരക്ടറിൻ്റെ പല രീതികളാണെങ്കിലും എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ചൂസ് ചെയ്യുന്ന ഒരാളാണല്ലേ. അപ്പം മരണമാസത്തിലേക്ക് വരുമ്പോൾ എന്താണ് പൂജയുടെ ക്യാരക്ടറിൻ്റെ പ്രത്യേകതകൾ? മരണമാസം ചെയ്യുന്നതാണ് പറയാൻ പറ്റും. നല്ല വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമാണ്. അനൗൺസ് ചെയ്ത സമയത്ത് ഞാൻ ശുചിമുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് വിളിക്കണം. അപ്പം അതിനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആണ് ഈ കഥാപാത്രമൊക്കെ പൂജയ്ക്ക് വേണ്ടി
അപ്പോൾ മരണമാസം എന്ന് പറയുന്ന സിനിമയിലേക്ക് എന്താണ് വിശേഷം? മരണമാസം എന്ന് പറയുമ്പോഴേക്ക് എന്താണ് ആദ്യം ഏറ്റവും